Hi everyone, welcome to WFTA Neck Design Cutting Method in Canvas. ക്യാൻവാസിന് ബുക്രം എന്നും പറയും. ഫ്യൂസിങ്, പേസ്റ്റിംഗ് എന്നിങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഇവിടെ ഫ്യൂസിംഗ് ആണ് ഉപയോഗിക്കുന്നത്. 5 ഇഞ്ചിൽ ഓൺ ഫോൾഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നെക്ക് ഡിസൈൻ കട്ട് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. ലേഡീസ് വെയർ നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് നോർമൽ ക്യാൻവാസ് ആണ് ഉപയോഗിക്കുന്നത്. ജെൻസ് വെയർ ഷർട്ടിൻ്റെ കോളർ ചെയ്യാൻ ഹെവി ആയ ക്യാൻവാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാരി ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ മൈക്രോ ഡോട്ടഡ് പേസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ക്യാൻവാസ് ഓൺ ഫോൾഡിൽ നെക്ക് വിഡ്ത്തിന് ആവശ്യമായ അളവിൽ കട്ട് ചെയ്തെടുത്ത ശേഷം 5 ഇഞ്ച് ഓൺ ഫോൾഡ് ക്യാൻവാസിൽ മേലെ 1/2 ഇഞ്ച് ഷോൾഡർ അലവൻസ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യം നെക്ക് വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3.5 ആണ് നെക്ക് വിഡ്ത്ത് എടുത്തത്. എന്നാൽ നമ്മൾ 0-യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാതെ 0-ൻ്റെ ഔട്ട്സൈഡിൽ നിന്നുമാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ 3.5 കിട്ടും. ഇവിടെ ഞാൻ 3.5 കിട്ടിയത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതെന്തെന്ന് വെച്ചാൽ എൻ്റേത് വൈഡ് നെക്കാണ്. ബാക്കിൽ 5 ഇഞ്ചും ഫ്രണ്ടിൽ 6 ഇഞ്ചും ആണ് വരുന്നത്. നെക്ക് ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഓൺ ഫോൾഡിൽ ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക. അതിനുശേഷം 1 ഇഞ്ച് സൈഡ് അലവൻസ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെ ബാക്ക് പാർട്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാത്രം ചേഞ്ച് വരുത്തി മാർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ആം ഹോൾ കർവ് യൂസ് ചെയ്ത് ഡ്രോ ചെയ്ത ശേഷം 1 ഇഞ്ച് അലവൻസ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചും ബാക്ക് നെക്ക് 5 ഇഞ്ചുമാണ് ലെങ്ത്ത് എടുത്തത്. ബാക്ക് നെക്ക് യു നെക്കാണ് എടുത്തത്. ഫ്രീ ഹാൻഡായി നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഡ്രോ ചെയ്ത് വെച്ച ഷേപ്പിലൂടെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ ഫുള്ളായി കട്ട് ചെയ്യാതെ ഈ അളവിൽ മാത്രം കട്ട് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റിച്ചിങ് വരുന്നത്. ഇതിന് 2 സൈഡ് ഉണ്ടാവും. 1 സൈഡ് ഷൈനിങ്ങും മറ്റേ സൈഡ് റഫുമാണ്. ഈ ഷൈനിങ് സൈഡിൽ ക്ലോത്ത് വെച്ച് അറ്റാച്ച് ആകുന്ന വിധത്തിൽ അയൺ ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഫ്രണ്ട് നെക്ക് ഡിസൈനാണ്. ഫ്രണ്ട് നെക്ക് ഡിസൈൻ വരച്ചെടുത്ത ശേഷം 1 ഇഞ്ച് അലവൻസ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസിൽ നെക്ക് ചെയ്യുമ്പോൾ നെക്കിൻ്റെ സെൻറ്ററിൽ നോച്ച് മാർക്ക് ചെയ്യണം. ഫാബ്രിക്കിൽ നെക്ക് ഫ്യൂസ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായ തുണി കട്ട് ചെയ്തെടുക്കണം. ഫാബ്രിക്കിൽ ക്യാൻവാസ് ഫ്യൂസ് ചെയ്തെടുക്കുമ്പോൾ അയൺ ബോക്സിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നെക്ക് ഫ്യൂസ് ചെയ്യുമ്പോൾ ഷൈനിങ് സൈഡ് ടോപ്പിലായിട്ട് വെക്കണം. ഇതിൻ്റെ മുകളിൽ ഫാബ്രിക് അറ്റാച്ച് ചെയ്യുക. ക്യാൻവാസിൻ്റെ മുകളിൽ അയൺ ബോക്സ് വെച്ച് ഫാബ്രിക്കിൽ ഫ്യൂസ് ചെയ്യരുത്. ഫാബ്രിക്കിൻ്റെ മുകളിൽ അയൺ ബോക്സ് വെച്ച് മൂവ് ചെയ്യാതെ ജസ്റ്റ് പ്രസ് ചെയ്ത് വേണം ക്യാൻവാസ് ഫ്യൂസ് ചെയ്തെടുക്കാൻ. ബാക്ക് ആൻഡ് ഫ്രണ്ട് നെക്ക് ഫ്യൂസ് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ എഡ്ജ് ഹാഫ് ഓർ 0.25 ഇഞ്ച് അലവൻസ് ഇട്ട് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് ടോപ്പിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഉള്ളിലുള്ള എക്സ്ട്രാ ക്യാൻവാസ് പീസ് റിമൂവ് ചെയ്യുക. ഈ നെക്ക് എങ്ങനെ ടോപ്പിൽ അറ്റാച്ച് ചെയ്യാമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്